ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. അപ്പോൾ ഞാനൊരു ചെറിയൊരു ബ്രേക്കിലായിരുന്നു. ഇനി തൊട്ട് ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്ര നാൾ നമ്മുടെ ചാനലൊക്കെ നോക്കിയാൽ ലൈൻ കോഡായിരുന്നു, ഒരു അഡ്മിനായിരുന്നു. മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അതിന് മുന്നേ നെക്സ്റ്റ് ഇതുപോലെ കുറേ ആൾക്കാർ നോക്കിയിട്ടുണ്ടായിരുന്നു. അഡ്മിൻസ് എല്ലാവരും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി തൊട്ട് ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവായിട്ടുണ്ടാവും അലോങ് വിത്ത് ലൈൻ കോഡ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വൺ ഓഫ് ദ മേജർ ന്യൂസാണ്. നമ്മൾ സെപ്റ്റംബർ മാസം നമ്മുടെ ചാനൽ വഴി റിലീസ് ചെയ്ത ഒരു പ്രൊജക്റ്റായിരുന്നു സോണി എന്ന് പറയുന്നത്. സോണി കമ്പനിയുടെ ബാക്ക് ചെയ്യുന്ന സോണി കമ്പനി ബാക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് സോണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോണിയത്തിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സോണിയം മെയിനായിട്ട് വരാൻ പോകുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ഒരു സോണിയം ടോക്കൺ റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ബട്ട് ദ ന്യൂസ് ഈസ് സോണിയം ഈസ് നോട്ട് ഗോയിങ് ടു റിലീസ് എനി ടോക്കൺ. ഇത് നമുക്ക് കിട്ടിയ ഒരു ഇൻസൈഡർ ഇൻഫർമേഷൻ ആണ്. അതായത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ചാറ്റ് ചെയ്ത് കുറച്ച് കഷ്ടപ്പെട്ടു ഇങ്ങനെ കണ്ടെത്താനായിട്ട്, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി കഷ്ടപ്പെട്ടു. കാരണം ഇതൊരു കുറച്ച് വലിയൊരു ഫീൽഡ് ആയതുകൊണ്ട് നമുക്കൊന്ന് കുറച്ച് പണിയെടുക്കുന്നു വന്നു. അപ്പോൾ ഞാനൊരു 2 ദിവസമായി ചാനലിൽ ബാക്കായിട്ട്, പക്ഷേ ഞാനും ലൈൻ കോഡ് ഒരുമിച്ച് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ കുറേ ഇൻഫർമേഷൻസ് കിട്ടിയത്. അപ്പോൾ എന്ത് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോണിയം ഒരു എക്കോസിസ്റ്റമാണ്. അപ്പോൾ എല്ലാ എക്കോസിസ്റ്റം പോലെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സോണിയം ഒരു ടോക്കൺ ഇറക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സോണിയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ, ഇപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയായതിലായിരിക്കാം, ചില കുറച്ച് ഫോൾസ് ഇൻഫർമേഷൻ ഉണ്ടാവാം. ഞാൻ ഇൻറ്റൻഷ്യലി ഫോൾസ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യില്ല, ബട്ട് ഇൻസൈഡ് ഇൻഫർമേഷൻ കിട്ടിയ ഇൻഫർമേഷൻ മൊത്തമാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് റിസർച്ച് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം. ആസ് ഫാർ ആസ് ഐ നോ, ഞാൻ തരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോണിയം ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നു. ഈ എക്കോസിസ്റ്റം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ആർബിട്രം ഒരു എക്കോസിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ബേസ് ഒരു എക്കോസിസ്റ്റം ഉണ്ട്. എക്സാമ്പിൾ, ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബേസ് എക്കോസിസ്റ്റം ആണ്. ബേസ് എക്കോസിസ്റ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മെറ്റാമാസ്കിലൊക്കെ ചില സമയത്ത് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ബേസ് ചെയിൻ വഴി നമുക്ക് അയക്കാമെന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിച്ച് നോക്കി, ബേസ് എന്ന് പറഞ്ഞ എക്കോസിസ്റ്റത്തിന് സ്വന്തമായിട്ടൊരു ടോക്കൺ ഇല്ല. ആർബിട്രം എക്കോസിസ്റ്റത്തിന് ആർബ് എന്ന് പറഞ്ഞ ടോക്കൺ ഉണ്ട്. പക്ഷേ ബേസ് എക്കോസിസ്റ്റത്തിന് എന്തില്ല, സ്വന്തമായിട്ട് അവർക്ക് നേറ്റീവായിട്ടൊരു ടോക്കൺ ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, അവരെ നേറ്റീവായിട്ട് ടോക്കൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എതീറിയമാണ്. അതായത് എതീറിയം ഇൻ ബേസ് നെറ്റ്വർക്ക് ആണെന്ത് അവരൊരു മെയിൻ ടോക്കൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് സോണിയം വരുമ്പോൾ, സോണി നമ്മൾ വിചാരിച്ചത് ചിലപ്പോൾ സോണി എന്ന് പറഞ്ഞൊരു ടോക്കൺ ചിലപ്പോൾ റിലീസ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ എല്ലാ ഒട്ടുമിക്ക ഇൻഫ്ലുവൻസസ് എല്ലാതും പറഞ്ഞു ഇങ്ങനെയായിരുന്നു. പക്ഷേ എന്താണ് ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോണിയം ഇതിന് പകരമായിട്ട് ഒരു എക്കോസിസ്റ്റം വഴി അവരൊരു ടോക്കൺ ഇറക്കാനായിട്ട് ഇതുവരെ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തായിരിക്കും അവർ ഇറക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സോണിയത്തിൻ്റെ ഡെവലപ്പേഴ്സ്, സോണിയ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ഓൾറെഡി മുന്നേ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത ആൾക്കാരായിരുന്നു. എന്ത് പ്രൊജക്റ്റാണെന്ന് കഴിഞ്ഞാൽ, എ സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ എ സ്റ്റാർ എന്ന് പറഞ്ഞ ടോക്കൺ ഓൾറെഡി ഇവിടെ നിന്ന് ബൈനാൻസിനും ഒട്ടുമിക്ക ഏറ്റവും നല്ല എക്സ്ചേഞ്ചിൽ എല്ലാത്തിലും എ സ്റ്റാർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ചെയിൻ ആണ്, അവരുടെ ടോക്കൺ ആണ് ASTR എന്ന് പറയുന്നത്. അപ്പോൾ ഈ ASTR എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, സോണിയത്തിൻ്റെ ഡെവലപ്പേഴ്സായിട്ട് മോസ്റ്റ്ലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എ സ്റ്റാർ എന്ന് പറഞ്ഞ ടോക്കൺ, എ സ്റ്റാർ നെറ്റ്വർക്കിലുള്ള ടോക്കണെ കംപ്ലീറ്റ്ലി മൈഗ്രേറ്റ് ചെയ്തിട്ട് ഏതിലേക്ക് കൊണ്ടുവരുന്നു, സോണിയം നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ചിലപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ എന്നൊക്കെ തോന്നാം. പക്ഷേ നിങ്ങളൊന്നും കൂളായിട്ട് ചിന്തിക്കേണ്ട, സിമ്പിളായിട്ട് ചിന്തിക്കുന്നത് വെച്ചാൽ, സോണിയം ഒരു ടോക്കൺ റിലീസ് ചെയ്യുന്നില്ല. അതിന് പകരം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോക്കണെ അവരുടെ എക്കോസിസ്റ്റത്തിലേക്ക് നേറ്റീവ് ടോക്കൺ ആയിട്ട് കൊണ്ടുവരുന്നു. അതായത് എ സ്റ്റാർ എന്ന് പറഞ്ഞ ടോക്കണെ, ഞാൻ എ സ്റ്റാർ എന്നാണ് പറയുന്നത്, എ സ്റ്റാർ എന്നാണ് പ്രൊജക്റ്റ്, അപ്പോൾ ASTR ടോക്കൺ എന്നാണ് പറയുന്നത്. അപ്പോൾ എ സ്റ്റാർ എന്ന് പറഞ്ഞ ടോക്കൺ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടോക്കണെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് നേരെ സോണിയത്തിൻ്റെ നേറ്റീവ് ടോക്കണാക്കി മാറ്റാൻ പോകുന്നു. അതുപോലെ തന്നെ ആരും കൂടി ഉണ്ടാവും, എതീറിയത്തിൻ്റെ എത്തും എന്ന് പറഞ്ഞ ടോക്കൺ എന്തുണ്ടാവും, സോണിയത്തിൽ നേറ്റീവായിട്ട് ഉണ്ടാവും. അപ്പോൾ ഏറെക്കുറെ 2 ടോക്കൺ ആയിരിക്കും എന്തുണ്ടാവുക, സോണിയത്തിൻ്റെ ബ്ലോക്ക് ചെയിനിൽ അല്ലെങ്കിൽ സോണിയത്തിൻ്റെ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. സോണിയം മെയിൻ നെറ്റ് വരുമ്പോൾ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ടോക്കൺ ഏതായിരിക്കും, എ സ്റ്റാർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ചിന്തിക്കാമല്ലോ, ഞാനിവിടെ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട്. 1 ഡേ ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രൈസ് നോക്കാം, 0.05 ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഓൾ ടൈം ഹൈ നോക്കി കഴിഞ്ഞാൽ 0.3353 വരെ നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ചിലപ്പോൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന പ്രഡിക്ഷൻ ഒന്നും കറക്റ്റ് ആവണമെന്നില്ല, ഞാൻ ഒരു ഫിനാൻഷ്യൽ ഒരു അഡ്വൈസ് ഒന്നും നമ്മൾ തരുന്നില്ല. പക്ഷെ നമുക്ക് ചിന്തിക്കാം, ഈ സോണിയ മെയിൻ നെറ്റ് വരുമ്പോൾ ഒത്തിരി ആൾക്കാരിൽ ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോഴേ തന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇതിനുള്ളിൽ ബിൽഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനൊക്കെ ഞാൻ ഇൻഫർമേഷൻ വരാം. അപ്പോൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എ സ്റ്റാർ എന്ന് പറഞ്ഞ ടോക്കണിൻ്റെ പ്രൈസിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, പ്രൈസ് വേണമെങ്കിൽ ആ സമയത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് ഇത് ട്രാവൽ ചെയ്യാം. ഓൾഡ് സീസൺ വരാനിരിക്കുന്നുള്ളൂ, ഇതുവരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തായിട്ട് നമുക്കൊന്നും ഒരു സൂചന കിട്ടിയിട്ടില്ല, നമുക്ക് കണ്ടാലറിയാം. അപ്പോൾ ആ ഓൾഡ് സീസൺ വരുന്നതിനൊപ്പം എന്ത് ചെയ്യാം, ഈ സോണിയം മെയിൻ നെറ്റ് റിലീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്
ദിസ് വീക്ക് ഓർ നെക്സ്റ്റ് വീക്ക്, ഈ 2 വീക്ക്, അതായത് ഈ മാസത്തിനുള്ളിൽ തന്നെ സോണിയത്തിൻ്റെ മെയിൻ നെറ്റ് റിലീസ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണ് നമുക്ക് മിസ്സായത്? ഇനി നമുക്ക് നോക്കാം നമ്മൾ ഇത്ര ദിവസം നാളെ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തപ്പോൾ പറഞ്ഞിരുന്ന ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയത്തിൻ്റെ ബ്രിഡ്ജിങ് യൂസ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? സോണിയത്തിൻ്റെ ബ്രിഡ്ജിങ് യൂസ് ചെയ്യണം പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ബ്രിഡ്ജിങ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? നമ്മൾ സെപ്പോളിയ എത്തീറിയത്തിനെ നമ്മൾ മിനാറ്റോ നെറ്റ്വർക്കിലുള്ള സോണിയത്തിൻ്റെ നെറ്റ്വർക്കിൽ നിന്ന് ബ്രിഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസാക്ഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ 7 days പീരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അപ്രൂവ് ചെയ്യുന്നു, അതിനെ ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യുന്നു, ഗെറ്റ് ചെയ്യുന്നു, അങ്ങനെ കുറേ ആക്ടിവിറ്റി തന്നെയായിരുന്നു. അതിനുശേഷം പക്ഷെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം സെപ്റ്റംബർ മാസം സോണിയത്തിൻ്റെ എയർ ഡ്രോപ്പിന് വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ നവംബർ മാസം ആയപ്പോഴേക്കും അവരുടെ ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്ന് ഈസിയായിട്ട് പറഞ്ഞ ഒരു ഹാക്കത്തോൺ പോലെ, നിങ്ങൾ IT ഫീൽഡിലുള്ളവർ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഹാക്കത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഏതെങ്കിലും ഒരു കമ്പനി ഒരു 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 ഇവന്റ് സംഘടിപ്പിക്കും. അതിലുള്ള വെച്ചാൽ നിങ്ങൾക്ക് ഒരു കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഐഡിയാസ് അവരുടെ കമ്പനിയിലേക്ക് ഒരു ഇൻക്ലൂഡ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഐഡിയ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ പ്രൊജക്റ്റുകളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് ഈ ഒരു ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നത്. ഇവിടെ ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സോണിയൻ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സോണിയ എന്ത് ചെയ്തു? ഇൻവൈറ്റ് ചെയ്തു പ്രൊജക്റ്റുകളെ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് എന്ത് ചെയ്തു? സോണിയൻ പ്രൊജക്റ്റിലേക്ക് എന്ത് വന്നു? ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യാം, ഞങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാന്ന് കുറേ പേര് വന്നു. അങ്ങനെ സോണിയം ആ ഒരു ഇൻക്യുബേഷൻ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ സോണിയം കുറേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തു. അങ്ങനെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തത് സോണിയം ഇവിടെ ഇൻക്യുബേഷൻ ബിഗിൻസ് ടുഡേ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഒക്ടോബർ 14. ആ 14 ആരംഭിക്കുന്നത് കുറേ അവർ എടുത്ത വിന്നേഴ്സിൻ്റെ എല്ലാവരുടെയും ലിസ്റ്റ് എന്ത് ചെയ്തു? സോണിയം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത്, നമ്മുടെ ചാനൽ റെഗുലറായിട്ട് ഫോളോ ചെയ്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്റ്റംബറിൽ സോണിയത്തിൻ്റെ ഒട്ടുമിക്ക നല്ല ഡാപ്സുകളുടെ ലിസ്റ്റ് നമ്മൾ ഇട്ടുണ്ടായിരുന്നു. മാക്രോൺ ഫിനാൻസ്, അൺടൈറ്റിൽ മാർക്ക്, ക്യോ ഫിനാൻസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ക്യോ ഫിനാൻസ് എന്ന് പറയുന്നത്. സോണിഫൈ, സോണെക്സ്. ഈ സോണെക്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പതിയെ നമ്മൾ ഈ ചാനലിലെ പോസ്റ്റിലൂടെ ഒക്കെ ഓരോ സമയത്തായിട്ടും, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടിരിക്കുന്നു എല്ലാം പറയുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മുടെ ചാനലിൽ ഇടുന്ന പോസ്റ്റുകളെങ്കിലും നിങ്ങളൊന്ന് ആക്റ്റീവ് ആയിരിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം ലൈൻ കോഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാം ചറപ്പറ ടെസ്റ്റ് നെറ്റാണ്, നിങ്ങൾക്ക് ചവറ് പോലെ വലിച്ചു വാരി തന്നേക്കാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാം ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എല്ലാം സമയം കിട്ടില്ല. പക്ഷെ അത്യാവശ്യം സമയമുള്ള ആൾക്കാരാണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചിലവഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡ്രോപ്പ് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കറക്റ്റ് ടൈം മാനേജ്മെന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പിന്നെ വരാം. അപ്പോൾ ഈ അന്ന് തൊട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, ഇതുപോലത്തെ ഒരു ഡെക്സിലും അതുപോലെ ഡാപ്സിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് തിങ്, അപ്പോൾ ഞങ്ങൾ ഇത്ര നാൾ ചെയ്ത ബ്രിഡ്ജിങ് ഒക്കെ ഉപകാരം ഉണ്ടാവും. ആസ് പെർ ഇൻസൈഡർ ഇൻഫോ അവർ പറയുന്നത് അതിനൊന്നും ഒരു ഉപകാരം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതൊക്കെ ചിലപ്പോൾ ഒരു ഡസ്റ്റ് ആയിട്ട് പോകാം, അതായത് നിങ്ങൾക്ക് അതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇതുവരെ നമുക്കറിയില്ല ഇനി അവർ നമുക്ക് എന്തെങ്കിലും തരോ, നമ്മൾ ചെയ്തതിന് എന്തെങ്കിലും ഒരു റിവാർഡ് പോലെ ആ നെറ്റ്വർക്കിൽ പങ്കെടുത്തതിന് എന്തെങ്കിലും തരോ എന്നറിയില്ല. എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ലൈൻ കോഡ് വഴി 900 സംതിങ് ട്രാൻസാക്ഷൻ ടോട്ടൽ മിനാറ്റോ നെറ്റ്വർക്കിൽ ആക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന്, അവർ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഇനി ചെയ്യാനുള്ളത്? അതായത് ഓൾറെഡി ഇതുപോലത്തെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഈ ക്യോ ഫിനാൻസ്, മാക്രോൺ, അതുപോലെ സോണിഫൈ, സോണെക്സ്, ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സോണിഫൈയുടെ ഓൾറെഡി ടെസ്റ്റ് നെറ്റ് 2 ടെസ്റ്റ് നെറ്റ് ഓൾറെഡി കഴിഞ്ഞു. ആ ഓൾറെഡി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇനി സോണിഫൈയിൽ ടെസ്റ്റ് നെറ്റ് ഒന്നും ആക്ടിവിറ്റി ഇല്ല. ഇനി ഉള്ളതിൻ്റെ ആഴ്ച മെയിൻ നെറ്റാണ്. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വീക്ക് അല്ലെങ്കിൽ അടുത്ത വീക്ക് അവരെ മെയിൻ നെറ്റ് ഇറക്കും, അതായത് സോണിയ മെയിൻ നെറ്റ് ഇറക്കും. അതിനുശേഷം എന്ത് ചെയ്തു? മെയിൻ നെറ്റിലെ ആക്ടിവിറ്റീസിക്ക് സെപ്പറേറ്റ് പോയിന്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്യോ ഫിനാൻസും സോണെക്സും എല്ലാവരും മെയിൻ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ ഡിസ്കോഡിലോ അല്ലെങ്കിൽ നമുക്ക് അവരുടെ ട്വിറ്ററിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ വർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോണെക്സിൻ്റെ ഇപ്പോഴും ക്യാമ്പയിൻ അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ കുറച്ച് ദിവസം കൊണ്ട് വേണമെങ്കിൽ സോണെക്സിൽ ചെയ്യാം. ക്യോ ഫിനാൻസിന് ക്യാമ്പയിൻ അവസാനിച്ചില്ല. ക്യോ ഫിനാൻസിൽ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് ക്യോ ഫിനാൻസിലായിരുന്നു. എനിക്ക് അതുപോലെ എനിക്ക് 2 ഒരു ബാഡ്ജൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ബാഡ്ജ് കിട്ടിയിട്ടുണ്ട്. പിന്നീടുള്ള 2 ബാഡ്ജിന് ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടുണ്ടായില്ല, അത് എങ്ങനെ കിട്ടിയെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ബാഡ്ജസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ വളരെ എളുപ്പമാണ്, കുറേ സ്വാപ്പ് ചെയ്യാനായിരുന്നു. ഞാൻ അന്ന് തൊട്ടേ നമ്മുടെ ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ബ്രിഡ്ജിങ് മാത്രം ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് വളരെയധികം കുറയുള്ളൂ. അതിന് പകരമായിട്ട് ഇതുപോലത്തുള്ള ടാബ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒരു 50 ട്രാൻസാക്ഷനൊക്കെ വേണമെങ്കിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അത്ര സ്പീഡിൽ പറന്നൊക്കെ ഒരു 5 ടാബ് തുറന്നിട്ട് കഴിഞ്ഞാൽ പട്ടപ്പെട്ടാന്ന് ഒന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഫോളോ ചെയ്യാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ചാനലിലെ ന്യൂസൊക്കെ നെഗ്ലക്ട് ചെയ്ത് പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങളുടെ അടുത്തേക്ക് എപ്പോഴും നമുക്ക് ഓരോന്ന് വരുമ്പോൾ വീഡിയോ ഇട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അതിന് പകരമായിട്ട് എന്ത് ചെയ്തു, നമുക്ക് ചാനലിലാണ് നമ്മൾ എന്ത് ചെയ്താൽ, നമ്മുടെ ടെലഗ്രാം ചാനലാണ് ഒട്ടുമിക്ക സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ അപ്ഡേറ്റ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ചാനൽ ഫോളോ ചെയ്തിട്ടുള്ളത് നല്ല ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്ത് ഡ്രോപ്പാണ് ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, സോണിയത്തിൽ നിന്ന് ഒരു ഡ്രോപ്പ് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ആരിൽ നിന്നാണ് ഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നത്? ഈ കാണുന്ന ആരിൽ നിന്ന്? നമ്മുടെ ഈ ഡാപ്സിൽ നിന്ന്
ഈ ക്യോ ഫിനാൻസ്, സോണിഫൈ ഇവരെല്ലാവരും നേറ്റീവായിട്ട് അവരുടെ സ്വന്തം ടോക്കൺസ് ഇറക്കും. ആ ടോക്കൺസ് എങ്ങനെയാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇതുപോലെ ഇവരുടെ സ്വന്തം ഈ കാണുന്ന ടെസ്റ്റ് നെറ്റിൽ ആക്ടിവേറ്റ് ചെയ്ത ആൾക്കാരുകൾക്കും അതുപോലെ തന്നെ ഇനി മെയിൻ നെറ്റ് വരുമ്പോൾ അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? അവർ ഈ ടോക്കൺസ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൺഫേം ആയിട്ടുള്ളൊരു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ സോണിഫൈ ആണ്. പക്ഷെ സോണിഫൈ അൺഫോർച്ചുനേറ്റ്ലി സോണിയെ തന്നെ ഇൻക്യുബേഷൻ പ്രോഗ്രാമിൽ വിൻ ചെയ്തൊരു ആളല്ല. പക്ഷെ സോണിഫൈ ഒരു കൺഫേംഡ് ഇൻസെന്റിവൈസ്ഡ് ടെസ്റ്റ് നെറ്റ് ആണ് അവർ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ടെസ്റ്റ് നെറ്റ് കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് മെയിൻ നെറ്റ് ആണ്. മെയിൻ നെറ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുള്ള, കാരണം എനിക്ക് കവർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് എ സ്റ്റാർ എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലേക്ക് ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ചില്ലറ പരിപാടിയല്ല. അത് കുറച്ച് ഒരു ചെറിയൊരു ട്രിക്കിയസ്റ്റ് പാർട്ടാണ്. കാരണം മെറ്റാമാസ്കിലേക്ക് നമുക്ക് ഓടി വന്ന എ സ്റ്റാറിന്റെ കോയിൻസിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. കുറച്ച് സ്നാപ്പ് ഒക്കെ ഉപയോഗിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ നോക്കാം. ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് കവർ ചെയ്ത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും, സോണിയം ഒരു എയർ ഡ്രോപ്പ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇതൊരു അറിവ്. എന്താണ് എയർ ഡ്രോപ്പ് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇനി എയർ ഡ്രോപ്പ് തരുമോ ഇല്ലോ എന്നുള്ള കാര്യം ഇതുവരെ നമുക്കൊരു കൺഫേം ആയിട്ടില്ല. പക്ഷേ ഈ കാണുന്ന ഡാപ്സുകൾ എയർ ഡ്രോപ്പ് തരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ ഒബിയസ്ലി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡൗട്ട് ഇടുന്നത് എന്തായിരിക്കും ഈ എയർ ഡ്രോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബേസ് എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഡാപ്സുകളും ഡിഫൈ സിസ്റ്റംസും ടെക്സും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്തു? ഇതുപോലെ ഓരോ പ്രോജക്റ്റുകൾ അവരുടെ നേറ്റീവ് ആയിട്ടുള്ള ഓരോ ടോക്കൺസ് ഇറക്കുന്നു, അവരെന്ത് ചെയ്യുന്നു? എയർ ഡ്രോപ്പ് കൊടുക്കുന്നു. അപ്പോൾ അതിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സെപ്പറേറ്റ് സപ്പോസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത് ഇത്ര ഓൺ ചെയിൻ ബ്രിഡ്ജിൽ ഇത്രയും അധികം പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്ത് നിൽക്കുക. ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത ഇതിലാണ് ബേസ് എക്കോസിസ്റ്റത്തിലാണ്. അപ്പോൾ ഇവരെല്ലാവരും ടോക്കൺസ് പ്രൊഡ്യൂസ് എന്ത് വരും? ഈ എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യും? എയർ ഡ്രോപ്പ് കിട്ടും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോണിയത്തിന്റെ ഈ ഒരു പ്രൊജക്റ്റിൽ ആക്ടിവേറ്റ് ആയി വിന്നേഴ്സ് ആയ ഇത്തരം ആൾക്കാരുകൾ പ്രൊജക്റ്റിൽ ഇവരൊരു എയർ ഡ്രോപ്പ് തരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുകൾ ഒരു ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ആ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഈ ഒരു വീക്കും കൂടി ഉണ്ടാവുള്ളൂ. ഇനിയും ചെയ്തു തുടങ്ങാത്തവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അൺടൈറ്റിൽഡ് ബാങ്ക്, അതുപോലെ തന്നെ സോണിഫൈന് ചെയ്തിട്ട് കാര്യമില്ല. സോണിഫൈയുടെ ടെസ്റ്റ് നെറ്റിൽ ഇനി എന്ത് ആക്ടിവിറ്റി ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് അത് മിനാറ്റോയിൽ വെറുതെ ട്രാൻസാക്ഷൻ കൂട്ടാൻ മാത്രമേ ഉള്ളൂ. ബട്ട് ക്യോ ഫിനാൻസ് ഇതുവരെ എൻ്റെ ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ക്യോ ഫിനാൻസിൽ അത്യാവശ്യം മാക്സിമം ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാൻ നോക്കാം. ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാപ്പ് ചെയ്യുക, എത്തീറി നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. എത്തീറിൽ എന്ത് ചെയ്യുക? ഈ ക്യോ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ഇതുപോലത്തെ ഇഷ്ടം പോലെ കോയിൻസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഒരു എത്തീറി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 0.0001 കൊടുത്താൽ മതി, ഇത്ര കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? അതൊന്ന് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ അതിൻ്റെ വാല്യൂ വരും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ റൂട്ട് കാണാൻ പറ്റും. സ്വാപ്പ് നോക്കി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു? ആ ഒരു എത്തീറിയത്തിന്റെ സോണിയത്തിന്റെ മിനാറ്റോ നെറ്റ്വർക്കിൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇത്രേ ഉള്ളൂ സ്വാപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ മാക്സിമം എല്ലാ ട്രാൻസാക്ഷനും എന്ത് ചെയ്യുക? മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അത് ക്യാൻസൽ ചെയ്യാണ്. അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഇതിൽ ആക്ടിവിറ്റീസ് കൂടും. അതുപോലെ തന്നെ പൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ V2 ഉം V3 എന്ന് പറഞ്ഞ രണ്ട് പൂൾ ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ട് പൂളിൽ എന്ത് ചെയ്യുക എന്നുള്ളത് കൂടെ കാണാൻ പറ്റും. V2 V3 വലിയ വ്യത്യാസമൊന്നുമില്ല, അതിൻ്റെ ഓരോ വെർഷൻ മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് പൂളിൽ മാക്സിമം ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് കൺഫേം അല്ല കേട്ടോ. ക്യോടെ എയർ ഡ്രോപ്പിന്റെ കാര്യം എനിക്ക് കൺഫേംഡ് അല്ല. ബട്ട് സോണിഫൈയും സോണക്സും കംപ്ലീറ്റ് ആണ്. പക്ഷേ എയർ ഡ്രോപ്പ് കിട്ടുമെന്നുള്ള വിശ്വസിച്ച് എന്ത് ചെയ്യുക. അതുപോലെ തന്നെ മാക്രോണിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും എന്തുണ്ട്? മിനാറ്റോ ടെസ്റ്റ് നെറ്റിൽ പൂളൊക്കെ സപ്ലൈ ചെയ്യുന്ന പരിപാടിയുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സൊണക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സൊണക്സിൽ ആക്റ്റീവായിട്ട് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വാപ്പും സാധനങ്ങളൊക്കെ സെലക്ട് ടോക്കൺ ഈസി ആയിട്ട് ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ടോക്കൺ ഉണ്ട്, എത്തെടുക്കുക. ഇത്രയധികം ടോക്കൺസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഇത്രയും ടോക്കൺസിൽ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഇത് വേണ്ടില്ല 50 ടോക്കൺ കിട്ടുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഇതുകൊണ്ടെന്ന് ഈ 50 ടോക്കൺസിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ സ്വാപ്പ് ചെയ്ത് ട്രാൻസാക്ഷൻ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തൊരു പ്രോഗ്രാമാണ് ASR സർജ്. ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടി വരും. ഇത് മെയിനായിട്ട് ഇറങ്ങിയിട്ട് അതിലും ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ അഡ്വൈസ് ആണ്. ചിലപ്പോൾ വർക്കൗട്ട് ആവാം. നിങ്ങൾക്ക് ഫണ്ട് അടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരു $100 സംതിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ A-സ്റ്റാർ എന്ന് പറഞ്ഞ ടോക്കൺ മേടിച്ചിടുന്നത് ചിലപ്പോൾ വളരെ നല്ലതായിരിക്കും. ഞാൻ എന്തായാലും A-സ്റ്റാർ എന്ന് പറഞ്ഞ ടോക്കൺ മേടിച്ചിട്ടതിന് ശേഷം വെറുതെ അത് മേടിച്ചിട്ട് എവിടെയും ചെയ്യാൻ പോലുള്ള ഉദ്ദേശിക്കുന്നത് ഈ A-സ്റ്റാർ സർജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഡിസംബറിൽ ഒരു പകുതിയോട് കൂടിയാണ് A-സ്റ്റാർ സർജ് ഒട്ടുമിക്ക എല്ലാത്തിനും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ A-സ്റ്റാർ സർജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് A-സ്റ്റാർ സർജ് അറിയില്ല എന്നുണ്ടെങ്കിൽ ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഗിവ് അവേ കൂടിയാണ്. അതായത് ഇന്നേക്ക് മാർച്ച് 1-ാം തീയതിക്ക് മുന്നായിട്ട് ഈ A-സ്റ്റാറിൻ്റെ പ്രൈസ് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രെഡിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു $10 ഒരു ഗിവ് അവേ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ മാർച്ച് 1-ാം തീയതി ആകുമ്പോഴേക്കും എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് പ്രഡിക്ഷൻ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇന്ന് സെലക്ട് ആയിട്ട് ഒരു ഓൾമോസ്റ്റ് വരുന്ന ആൾക്കാരായാലും ചിലപ്പോൾ ഒരു അത്ര അടുത്ത് വന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ കറക്റ്റായിട്ട് പോകുന്ന ആൾക്കാരുടെ അവർ എന്ത് ചെയ്തു? $10 നമ്മൾ ഗിവ് കൊടുക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ആക്റ്റീവായിട്ട് സോണിയിൽ തന്നെ എയർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ നോക്കുക. ബാക്കി കുറച്ച് ഇൻഫർമേഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പതുക്കെ നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എസ്റ്റാൻ്റെ വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് നമ്മൾ വീഡിയോ നമ്മളൊന്ന് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ഒരു ലൈക്ക് ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ, ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ നമുക്കൊരു കമ്മ്യൂണിറ്റി ചാനലുണ്ട്. കമ്മ്യൂണിറ്റി ചാനലിൽ എല്ലാവരും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ചാനലാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് ഇന്ന് തന്നെ ഇപ്പോൾ ഇവൻ 2-3 ടെസ്റ്റ് ആയിട്ട് ഇന്ന് തന്നെ ഇട്ടിട്ടുണ്ട് മോനെ. അപ്പോൾ ആ ടെസ്റ്റ് ഇട്ടിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തോന്നുന്നത് ഇപ്പോൾ ഇതുവരെ 30+ ടെസ്റ്റ് ഇവൻ ഇട്ടെന്ന് തോന്നുന്നു, ലൈൻ കോഡ് ഇട്ടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കുറേ ടെലഗ്രാമിൻ്റെ എയർ ഡ്രോപ്പുകൾ നമ്മൾ കണ്ടീഷനൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫണ്ടിങ്, അത്യാവശ്യം നല്ല യൂസ് കേസ് ഉള്ള പ്രൊജക്റ്റുകൾ മാത്രമാണ് എടുക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇപ്പോൾ ഡബ്ല്യു കോയിൻ അല്ലാന്നുണ്ടെങ്കിൽ ഡോട്ട് കോയിൻ അങ്ങനത്തെ പ്രൊജക്റ്റുകളൊന്നും എടുക്കാതെ നല്ല നല്ല കുറേ പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ ടെലഗ്രാം ത്രൂ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മിഡാസ് വളരെ നല്ല പ്രൊജക്റ്റാണ്, വൂയി, പിന്നെ അതൊക്കെ വളരെ നല്ല പ്രൊജക്റ്റാണ്. ഇപ്പോൾ പഴയ പ്രൊജക്റ്റുകളൊക്കെ അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ കാണാൻ പറ്റും ഫണ്ടിങ് അതിനൊപ്പം തന്നെ കുറേ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നല്ല ഫണ്ടിങ് ഉള്ള പ്രൊജക്റ്റുകളൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ കോണി സ്റ്റോറിയും കളക്ഷൻ കൊണ്ടൊക്കെ എൻഡ് ചെയ്യാൻ പോവാണ്. സ്റ്റോറി മെയിനായിട്ട് നമുക്ക് ഈ ഒരു മന്ത് തന്നെ പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ഇൻഫർമേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും എല്ലാം കൊടുക്കുക. അപ്പോൾ ടെലഗ്രാം ചാനൽ എല്ലാവരും ഫോളോ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് അതുപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.